Hi friends, welcome to our channel. ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്തറിയോ, ഒരു ഷോർട്ട് ടൈമിൽ ഒരു 20 മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ ടിക്ക. ഇതിൻ്റെ മാരിനേഷൻ ഒരു ഹാഫ് ആൻ അവർ വേണ്ടി വരും. ஆனால் കുക്കിംഗ് പ്രോസസ്സ് 20 മിനിറ്റ്സേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാം നമുക്ക്. അതിൻ്റെ കൂടെ മയോനൈസും ചെയ്യുന്നുണ്ട്. മയോനൈസ് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യണം, വീട്ടിൽ തന്നെ ഈ ഹോട്ടലിൽ കിട്ടുന്നത് പോലെ എങ്ങനെ ചെയ്യാൻ, അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ ബോൺലെസ് ചിക്കൻ പീസസ് വേണം. ഈ ഫ്രഷ് ചിക്കനെ കാട്ടിലും ഫ്രീസറിലിരുന്ന് എടുത്ത ചിക്കൻ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ്നെസ് കിട്ടും. ഞാനിപ്പോൾ രാവിലെ വാങ്ങിച്ച ചിക്കനാണ്, ഇപ്പോൾ ഈവനിങ് ആണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീസറിൽ വെച്ചിരുന്നു ഇത്ര നേരം ബോൺലെസ് പീസസ്, അതെടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ചിക്കൻ ക്യൂബ് പീസസ് ആയിട്ട് നോക്കിക്കോ, ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നമുക്ക് 2 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2.5 സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ, ലെമൺ ജ്യൂസ് ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞെടുക്കണം, പിന്നെ 3 സ്പൂൺ തൈര്. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിൽ നമുക്ക് റെഡ് കളറായിട്ട് കിട്ടണമെങ്കിൽ വേണമെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യാം. പിന്നെ മിനിമം ഹാഫ് ആൻ അവർ എങ്കിലും ഇതിനെ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് വേണമെങ്കിൽ വെക്കാം, അത് നമ്മുടെ ഇഷ്ടം. ஆனால் മിനിമം ഹാഫ് ആൻ അവർ വെക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സി ജാർ എടുക്കാം. അതിൽ 2 എഗ്ഗ്, ഫുൾ എഗ്ഗ് ഇടണം, വൈറ്റും യെല്ലോവും മിക്സ് ആയിട്ട്. പിന്നെ കുറച്ച് സോൾട്ട്, കുറച്ച് ഷുഗർ, 2 കഷ്ണം വെളുത്തുള്ളി, പിന്നെ 4 മിൻറ്റ് ലീഫും കൂടെ ഇടാം. ഈ ഗാർലിക്കും മിൻറ്റ് ലീഫും ഇടുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതില്ലാതെ വേണമെങ്കിൽ ഉണ്ടാക്കാം, ஆனால் അത് ഇടുമ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടും നമുക്ക്. ഇപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയിൽ ഒരു 20-25 സെക്കൻഡ്സ് മിക്സിയിലിട്ട് നല്ലോണം അടിക്കാം. ഇനി ഒരു 250 ml ഓയിൽ എടുക്കാം, റീഫൈൻഡ് ഓയിൽ. അതിനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം, എന്നിട്ട് അടിക്കാം. പിന്നെ കുറച്ച് അടിക്കാം. ഒരു 4 ടൈം ചെയ്യുമ്പോൾ നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസി വരും. അത് വരുന്നവരെ അങ്ങനെ അടിക്കാം. അപ്പോൾ അവസാനം ഇതിൽ 2 സ്പൂൺ വിനീഗർ കൂടെ ആഡ് ചെയ്യാം, എന്നിട്ട് അടിക്കാം മിക്സിയിൽ. ഇതൊരു നല്ല ഫ്ലേവർ കൊടുക്കും, പിന്നെ പെട്ടെന്ന് ചീത്തയും ആവില്ല. നമ്മുടെ മയോണൈസ് റെഡി. ഇപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ റെഡി. ഇപ്പോൾ ഒരു പാനിലെടുത്തിട്ട് 2 to 3 സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് മാരിനേറ്റ് ചെയ്ത പീസസ് അതിൽ സ്പ്രെഡ് ചെയ്ത് ഇടാം. നല്ല ഹൈ ഹീറ്റിൽ വെച്ചിട്ട് ഇപ്പോൾ 5 മിനിറ്റ്സ് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു ഗ്രിൽ തവായിലോട്ട് ഈ പീസസിനെ ഇടാം. എന്നിട്ട് സ്ട്രെയിറ്റ് തീയിൽ വയ്ക്കുക. അതിന് എല്ലാ സൈഡും ഫയർ കിട്ടുന്നത് പോലെ ചുറ്റിച്ചു കൊണ്ടിരിക്കണം. പീസസ് ഇടയിൽ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇങ്ങനെ 10 മിനിറ്റ്സ് ചെയ്യണം. കഴിഞ്ഞു, നമ്മുടെ ടിക്ക ഈസ് റെഡി. അവസാനം നമുക്ക് ചുമ്മാ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പനീരും
മറ്റേ ക്യാപ്സിക്കം, ഓണിയൻ ഇതൊക്കെ ഈ മസാലകൾ കുറച്ച് തടവിയിട്ട് നമ്മൾ തവ ഫ്രൈ പാനിൽ പിന്നെയും ചുട്ടെടുക്കുന്നുണ്ട്. ഇത് ചുമ്മാ ഡെക്കറേഷന് വേണ്ടിയിട്ട്, നിങ്ങൾ വേണമെങ്കിൽ അത് ചെയ്താൽ. അപ്പോൾ നമ്മൾ ചിക്കൻ ടിക്ക ഈസി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കി. ഇത് ഭയങ്കര ഈസിയാണ്, നിങ്ങൾ ചെയ്ത് നോക്കാം വീട്ടിൽ തന്നെ. 20 മിനിറ്റ്സാണ് നമുക്കിത് കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മയോണൈസ് എങ്ങനെ ചെയ്തെന്നും പറഞ്ഞു തന്നു. എല്ലാം ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഈ സ്മോക്ഡ് ഫുഡ്സ് ഡെയിലി ഒന്നും കഴിക്കാൻ പാടില്ല, അത് നല്ലതല്ല. എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെയ്യാത്ത ആൾക്കാർ ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു.